വള്ളങ്ങളാണ്. ഇതര ജില്ലകളിൽ നിന്നും വന്ന വള്ളങ്ങളാണ്. ചങ്ങനാശ്ശേരിയിൽ ബോട്ട് ക്ലബ്ബാണ് ചമ്പക്കുളത്തെ നയിക്കുന്നെങ്കിൽ വെള്ളൂർ ബോട്ട് ക്ലബ്ബാണ് ആലപ്പാടിനെ നയിക്കുന്നത്. UBC കൈനകരിയും പള്ളാത്തുരുത്തിയും തൊട്ട അടുത്തുള്ള അയൽവാസികളാണ്. ഇതാ സ്റ്റാർട്ടിംഗ് ഡിവൈസ് ഉയർന്നു കഴിഞ്ഞു. ചമ്പക്കുളവും തലവടി ചുണ്ടനും മേൽപ്പാടവും ആലപ്പാടനും തമ്മിലുള്ള ആ പോര് വജോ ചൈതന്യമായി നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് പ്രവീൺ ഇറവങ്കര. ഓണാട്ടുകരക്കാരനായ പ്രവീൺ ഇറവങ്കരയെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. വാശിയേറിയ മൂന്നാം ഹിറ്റ്സ് മത്സരം ഇതാ ഇവിടെ ഉണർന്നിരിക്കുന്ന നിമിഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒന്നാം ട്രാക്കിൽ 12-ാം നമ്പർ ചമ്പക്കുളം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ അഭിമാന താരകം, CBCയുടെ താരകം ചമ്പക്കുളം വള്ളം. വളരെ പ്രശസ്തമായ ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിപ്പിച്ച ആ പൊന്നാനിലി തോണിയുടെ സ്വപ്നവുമായി ഇതാ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. രണ്ടാം ട്രാക്കിൽ തലവടി ചുണ്ടനാണ് UBC കൈനകരിയുടെ തലവടി ചുണ്ടൻ. മൂന്നാം ട്രാക്കിലൂടെ ഇതാ പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള മേൽപ്പാടൻ ചുണ്ടൻ. ഈ പള്ളാതുരുത്തി ബോട്ട് ക്ലബിനൊരു പ്രത്യേക ചരിത്രമുണ്ട്. 5 തവണ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ സമ്മാനം വാങ്ങിയ ക്ലബ്ബാണ്. ഇത്തവണ ഒരു പുതിയ വള്ളമായ മേൽപ്പാടനെ കയ്യിലെടുത്തുകൊണ്ട് പുതിയ വള്ളത്തിൽ ഞങ്ങൾ വിജയം ആവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെത്തുകയാണ്. ഒന്നാം ട്രാക്കിലൂടെ വരുന്ന ചമ്പക്കുളമാകട്ടെ 9 തവണയാണ് നെഹ്റു ട്രോഫി നേടിയിരിക്കുന്നത്. സണ്ണി തോമസ് ക്യാപ്റ്റനും അതുപോലെ ബൈജപ്പൻ ചേനംകരി നേതൃത്വം നൽകുന്നതുമായ ചമ്പക്കുളം. രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് പത്മകുമാറും അതുപോലെ സൈജപ്പൻ ഐസക്കും നേതൃത്വം നൽകുന്ന തലവടി ചുണ്ടൻ. മൂന്നാം ട്രാക്കിലൂടെ സ്വപ്നങ്ങളുടെ രാജകുമാരന്മാരാകുവാനായി പള്ളാതുരുത്തി ബോട്ട് ക്ലബ് അണിയിച്ചൊരുക്കി മുന്നോട്ട് കൊണ്ടുവരുന്ന മേൽപ്പാടം. ഇതാ 4-ാം ട്രാക്കിൽ 2-ാം നമ്പർ വള്ളം ആലപ്പാടൻ. ആലപ്പാടനതാ 100 അടി നീളത്തിൽ അങ്ങനെ ഒഴുകി വരികയാണ്. വേളൂർ ബോട്ട് ക്ലബിന്റെ ഈ മേവള്ളൂരിന്റെ അതുപോലെ PV രാജുവും സജികുമാർ PKയും നേതൃത്വം നൽകുന്ന അണിയവും അമരവും ഒരുക്കുന്ന അങ്ങനെ 4 വള്ളങ്ങളുടെ മത്സരം. ഒന്നാം ട്രാക്കിൽ ഇതാ ചമ്പക്കുളം, രണ്ടാം ട്രാക്കിൽ തലവടി ചുണ്ടൻ, മൂന്നാം ട്രാക്കിൽ മേൽപ്പാടം, അതുപോലെ 4-ാം ട്രാക്കിൽ 2-ാം നമ്പറുകാരനായി ആലപ്പാടൻ. അവർ ആരാണ് വിജയിക്കുക? ഇതാ നോക്കുക, ആദ്യമെത്തുന്ന ആ 2 വള്ളങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത നോക്കുക. അവർ ഒന്നിച്ചൊന്നായി ചേരുകയാണ്. ഒരു വള്ളപ്പാട് പോയിട്ട്, ഒരു തുഴപ്പാട് പോയിട്ട്, ഒരു കുരുവിപ്പാട് പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഈ 2 വള്ളങ്ങൾ തലവടി ചുണ്ടനും ആലപ്പാടനും ഇതാ ഒന്നിച്ചൊന്നായി. അതാ നോക്കുക, ഒരു ചെറിയ തുഴപ്പാട് വ്യത്യാസം. ഇവിടെ മൈക്രോ ഫോട്ടോ ഫിനിഷിംഗ് രീതിയിൽ നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആരാണ് വിജയി എന്ന് കണ്ടെത്തുവാൻ കഴിയുക. ഇതാ തലവടി ചുണ്ടനും ആലപ്പാടനും ഒന്നിച്ചൊന്നായി ഇതാ മുന്നോട്ട് നീങ്ങുകയാണ്. ആലപ്പാടൻ ഒരിത്തിരി പിന്നിലാണോ അതോ തലവടി ഒരൽപ്പം മുന്നിലാണോ എന്ന് പറയുവാൻ കഴിയാത്ത അവസ്ഥ. മേൽപ്പാടൻ ഇതാ മുന്നോട്ട് കടന്നു വരുന്ന നിമിഷമാണ്. മേൽപ്പാടനും ആലപ്പാടനും തമ്മിലുള്ള മത്സരം, തലവടി ചുണ്ടനും മേൽപ്പാടനും തമ്മിലുള്ള മത്സരമാണ് നാം കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ, മഴയുടെ സാധ്യതകളിലൂടെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാഴ്ചകൾ കാണുവാൻ കഴിയില്ല. എങ്കിൽ പോലും ആ കടന്നു വരുന്ന ട്രാക്കിന്റെ രീതികൾ വെച്ച് നോക്കുമ്പോൾ തലവടി ചുണ്ടനും മേൽപ്പാടവും ഇഞ്ചോടിഞ്ചു മത്സരത്തിലൂടെ കടന്നു വരുന്ന നിമിഷത്തിലൂടെ നാം കടന്നു പോവുകയാണ്. പുന്നമടക്കായലിന്റെ പൊന്നോളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഇതാ അതിമനോഹരമായിട്ട് ആ ഓളപ്പത്തുകളെ കീറിമുറിച്ചുകൊണ്ട് ഇവിടെ തലവടി ചുണ്ടനും മേൽപ്പാടവും ഏതാണ് ഒന്നാമതെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയിൽ മൂടിക്കെട്ടിയ ഈ അന്തരീക്ഷത്തിൽ പോലും ആ മത്സരത്തിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ കരകളെയൊക്കെയും അങ്ങനെ ആവേശപരമാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു മേൽപ്പാടം ഒരു 4 തുഴപ്പാട് പിന്നിലാണോ എന്നൊരു സംശയം. 4 തുഴപ്പാട് ഓളപ്പത്തുകളിലൂടെ മുന്നേറുന്ന നിമിഷത്തിൽ 4 തുഴപ്പാട് തുഴപ്പാടേയല്ല. ഇതാ കാണുക, അതിമനോഹരമായി തലവടി ചുണ്ടനും മേൽപ്പാടവും ചരിത്രം എഴുതുവാനായി പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് ഏറ്റുവാങ്ങി വിജയിക്കുമെന്ന ഉറപ്പിന്മേൽ കൊണ്ടുവരുന്ന മേൽപ്പാടം. UBC കൈനകരിയുടെ തലവടി ചുണ്ടൻ. 2 പേരും ഒരേ ആവേശത്തോടെ പത്മകുമാറും സോജപ്പൻ ഐസക്കും നേതൃത്വം നൽകുന്ന തലവടി ചുണ്ടൻ, അതുപോലെ തന്നെ അലനും യക്ഷനും അവരൊക്കെ നേതൃത്വം നൽകുന്ന ഈ മേൽപ്പാടം ചുണ്ടൻ. ഇതാ മേൽപ്പാടം ചുണ്ടൻ. വള്ളപ്പാടുകൾ, തുഴപ്പാടുകൾക്ക് അതിമനോഹരമായി ഇതാ എണ്ണത്തിൽ നമ്മളോട് പറഞ്ഞുകൊണ്ട് മേൽപ്പാടം ചുണ്ടൻ എത്തുകയാണ്. അടുത്തതായി 2 വള്ളങ്ങളെ ഇവിടെ എത്തുവാനുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചമ്പക്കുളവും ആലപ്പാടനും അവരും ഇതാ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ഹിറ്റ്സിൽ നമ്മൾ കണ്ടതുപോലെ
വലിയ വ്യത്യാസങ്ങളൊന്നും പറയുവാനില്ല. ചെറിയ 4-5 തുഴപ്പാടുകളുടെ വ്യത്യാസത്തിൽ അവരങ്ങനെ തുഴഞ്ഞു കയറുന്ന നിമിഷമാണ് നാം കാണുന്നത്. ദാ എത്തുകയാണ് ഇവിടെ അതിമനോഹരമായ നമ്മൾ കാത്തിരുന്ന കാത്തുവിന്റെ ഒപ്പം നമ്മൾ കാത്തിരുന്ന 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി.